എറണാകുളം DCC പ്രസിഡന്റ് GCDA ചെയർമാൻ പദവികൾക്കായി കോൺഗ്രസിൽ പിടിവലി. മുഖ്യമന്ത്രി VD സതീശന്റെ അടുപ്പക്കാരനായ മുഹമ്മദ് ഷിയാസ് ഒഴിയുന്ന DCC പ്രസിഡന്റ് പദവിയിലേക്ക് അരഡസനോളം നേതാക്കളാണ് നോട്ടമിട്ടിരിക്കുന്നത്. കൊച്ചി വിശാല വികസന അതോറിറ്റി ചെയർമാൻ പദവിക്കായും നിരവധി പേർ രംഗത്തുണ്ട്. മുഹമ്മദ് ഷിയാസ് MLA ആയതോടെ ഒഴിവുവന്ന DCC അധ്യക്ഷ പദവിയിലേക്കാണ് പലരുടെയും നോട്ടം. മുഖ്യമന്ത്രി VD സതീശന്റെ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ഗ്രൂപ്പുകാരനായ ഒരാളാണ് സാധാരണ DCC പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുക. എന്നാൽ ജില്ലയിലെ മുൻനിര നേതാക്കളിൽ രാജു P. നായർ ഒഴികെ മറ്റാരും നിലവിൽ സതീശനൊപ്പമില്ല. ചെന്നിത്തല ഗ്രൂപ്പുകാരനായ എൽദോസ് കുന്നപ്പള്ളി, KPCC ജനറൽ സെക്രട്ടറിയും KC ഗ്രൂപ്പുകാരനുമായ അബ്ദുൾ മുത്തലിബ്, മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, ഈ 3 പേരാണ് DCC പ്രസിഡന്റാകാൻ രംഗത്തുള്ളവർ. ഇവരാരും സതീശൻ ഗ്രൂപ്പല്ല. പെരുമ്പാവൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട തനിക്ക് പകരം പദവിക്ക് അർഹതയുണ്ടെന്നാണ് കുന്നപ്പള്ളിയുടെ വാദം. ലത്തീൻ സഭയുടെ പിന്തുണയാണ് ഡൊമിനിക് പ്രസന്റേഷന്റെ കരുത്ത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ലത്തീൻ സഭയെ അനുനയിപ്പിക്കുന്നതിനായി ഡൊമിനിക് പ്രസന്റേഷന് ഒരു പദവി ഉറപ്പാക്കിയിട്ടുണ്ട്. DCC പ്രസിഡന്റ് പദവിയോ GCDA ചെയർമാൻ സ്ഥാനമോ അതിലൊന്നാണ് ഡൊമിനിക് പ്രസന്റേഷന് നൽകുക. എന്നാൽ മുൻ GCDA ചെയർമാൻ N. വേണുഗോപാലിന് ഒരിക്കൽ കൂടി GCDA ചെയർമാൻ പദവിയിലെത്താൻ മോഹമുണ്ട്. KPCC ജനറൽ സെക്രട്ടറിയും ജില്ലയിലെ മുതിർന്ന നേതാവുമായ അബ്ദുൾ മുത്തലിബ് DCC പ്രസിഡന്റ് പദവി ലക്ഷ്യമിടുന്ന മറ്റൊരു നേതാവാണ്. ജില്ലയിലെ മുതിർന്ന നേതാവ്, KC പക്ഷക്കാരൻ എന്നിവ മുത്തലിബിന് അനുകൂലമാകുന്ന ഘടകങ്ങളാണ്. രാജു P. നായർക്കായി മുഖ്യമന്ത്രി സതീശനും മുത്തലിബിനായി KC വേണുഗോപാലും ശക്തമായി രംഗത്തുണ്ട്. ഇതിനിടയിൽ പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേര് ജിൻഡോ ജോണിൻ്റേതാണ്. പക്ഷേ ജിൻഡോ കടുത്ത സതീശൻ വിരുദ്ധനാണ്. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയിൽ ജാതിവാൽ ഉപയോഗിച്ചതിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ച ജിൻഡോയെ ഒരു കാരണവശാലും സതീശൻ അംഗീകരിക്കില്ല. മറ്റൊരു KC പക്ഷക്കാരിയായ ദീപ്തി മേരി വർഗീസിനെ തൃപ്തിപ്പെടുത്തുന്നതിനായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി നൽകിയേക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റ് വിഭജനമായിരുന്നു കീറാമുട്ടിയെങ്കിൽ ഇപ്പോൾ തലവേദനയായിരിക്കുന്നത് സ്ഥാനമാനങ്ങളുടെ വീതം വെപ്പാണ്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.